കോമഡി 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 ഇഷ്ടമില്ല കോമഡി കോമഡിയാണ് കോമഡിയാണ് ഒരു കാര്യം പറഞ്ഞാൽ നിന്നെ സത്യം പറയാം ഞാൻ ഉപയോഗിക്കില്ല. നിങ്ങൾ ഉപയോഗിക്കുക എനിക്കറിയാം. ചുട്ടയിലെ ശീലം ചുടല വരെയെന്ന നിങ്ങൾ അത് ഉപയോഗിക്കുക. നിങ്ങൾ അതിന് അടിച്ചാണ്. നീ അനാവശ്യം പറയരുത്. ഞാൻ സത്യം ചെയ്തല്ലോ. ഞാൻ ഇനി ഉപയോഗിക്കില്ല. എന്ത് തീർച്ചയായിട്ടും പിന്നെ ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾക്ക് പറയട്ടെ. ഒരു കോടതിയാണ്. നിശബ്ദമായി സംസാരിക്കണം. നിശബ്ദമായി എങ്ങനെ സംസാരിക്കണം? സിനിമ പറയാനുണ്ട്. പിന്നെ നിശബ്ദമായിട്ട് സംസാരിക്കൂടെ? ഇതുവരെ ഇയാളാരാ? ബെഞ്ചുകാർക്കാരാണ് ഇവിടെ. ഇയാളാണ് ബെഞ്ചിലേക്ക്. ഞങ്ങൾ എത്ര നേരം വന്നിട്ട് ഒരു ബെഞ്ച് പോലെ ഇവിടെ ഉണ്ടോ? ഞങ്ങൾക്കൊന്ന് കയറി കിടക്കാൻ അല്ലെങ്കിൽ ഞങ്ങൾക്കൊന്ന് കയറി ഇരിക്കാൻ. ഡിവിഷൻ ബെഞ്ച്. ഡിവിഷൻ ബെഞ്ചിന്റെ കാലത്ത് തന്നെ തലമണ്ടടിച്ച് പൊട്ടിക്കാൻ വേണ്ടത്. കാര്യം പറഞ്ഞിരിക്കുമ്പോ അവനെ ഡിവിഷൻ ബെഞ്ച് എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഡിവോഴ്സ് വേണം വേണം വേണം. നിങ്ങൾക്ക് വക്കീലുണ്ടോ? എനിക്ക് വക്കീലില്ല. ഞാൻ എന്റെ സ്വന്തം വാക്കത്ത് ഞാൻ അടിച്ചടിച്ച് ഞാൻ വിജയിക്കും. നിങ്ങൾക്ക് വക്കീലുണ്ടോ? എനിക്ക് വക്കീലുണ്ട്. ഹർഷൻ വക്കീല്. ഹർഷൻ വക്കീലോ? ഹർഷൻ വക്കീലിനെ മുന്നിൽ ഇയാൾ പിടിച്ച് നിൽക്കണോ? ഹർഷൻ വക്കീൽ പുലിയാണ്. പുലി. അവൻ പുലിയാണെങ്കിൽ ഞാൻ പുലി മുരുകനാണ്. എറിഞ്ഞിട്ട് പിടിക്കും ഞാൻ. അയാൾ ആരാണ്? ചോരയില്ലാത്തവനാ? മനുഷ്യത്വം ഇല്ലാത്തവനാ? മനുഷ്യത്തില്ലാത്തവനാണ്. അവനെ ഞാൻ തോപ്പിച്ചിരിക്കും. ഇന്ന് അവൻ ജോലി നിർത്തി പോകും. അതുപോലെ ഞാൻ ബാധിക്കും. വരുന്നുണ്ട്. എനിക്ക് ഡിവോഴ്സ് പഠിച്ചു തരണേ. നിങ്ങൾക്ക് ഡിവോഴ്സ് ഞാനല്ലേ ഈ കേസ് ഏറ്റെടുത്തിരിക്കുന്നത്. അത് ഞാൻ വാങ്ങിച്ചു തരും. ഈ ഹർഷൻ വക്കീലിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ വയ്യാത്തോണ്ടാണ്. ഉച്ച ഒരു നിമിഷം വരും. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഞാനൊരു കാര്യം പറയുന്നതുകൊണ്ട് വിരോധം തോന്നരുത്. നമുക്കിതൊരു കോംപ്രമൈസിലാക്കി വിട്ടാലും. ഡിവോഴ്സ് വേണമല്ലേ? എന്തിനാണ് ഒരു വിവാഹ ജീവിതം ഒരു ദാമ്പത്യ ജീവിതം തകർക്കണ്ടെന്ന് ഉദ്ദേശിച്ച് ഞാൻ പറഞ്ഞതാണ്. വേണ്ട, ജീവിക്കട്ടെ. ആ കാര്യം ഞാൻ ഏറ്റു. ഇനി വരും. ഒന്നുകൂടെ ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് തമ്മിൽ ഒന്ന് സമരസപ്പെട്ട് ജീവിച്ചുകൂടെ? സമരസപ്പെട്ട് ജീവിക്കില്ല. എന്റെ ഉഷ, ഞാൻ ഈ കേസ് ശരിക്കും പഠിച്ചിട്ടില്ല. അപ്പൊ ഞാൻ വാദിക്കണമെന്നാണ് പറയുന്നത്. ഈ കോടതിയിൽ നെഞ്ചെടുക്കി ഞാൻ ചാകത്തേ ഉള്ളു. വന്നിട്ടില്ല. ഈ വാദം അടുത്ത മാസത്തേക്ക് മാറ്റണം. ചെയ്യണം. അങ്ങനെ ചെയ്തേ പറ്റൂ. ആര്? ഇവിടുത്തെ ക്രിമിനൽ ലോയറാണ്. ക്രിമിനൽ ലോയർ വിട്ടുകെട്ടില്ലേ? ഓ, ഇതാണോ ക്രിമിനൽ ലോയർ? വാളൂരാണ്. ആരോ മുഖത്ത് വാള് വെച്ച് ഊരിയിട്ടുണ്ട്. അല്ല, നിങ്ങൾ ഇവിടെ എന്തിനാ വന്നേ? ഞങ്ങളുടെ ഡിവോഴ്സിന്. ഇവിടെ കിടന്ന് ബഹളം വെക്കരുത്. ജയിച്ച് അങ്ങോട്ട് വരുന്നുണ്ട്. പെട്ടെന്ന് തീരുന്ന കേസ് വല്ല വിളിക്കുക. എനിക്ക് ഉച്ച കഴിഞ്ഞൊരു കല്യാണം. കേസ് നമ്പർ 165/42 ചക്കരപ്പറമ്പിൽ സദാശിവൻ. ഹാജരുണ്ടോ? 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 അദ്ദേഹത്തിന്റെ കക്ഷി ഞാനാണ്. വക്കീൽ ഞാനാണ്. അദ്ദേഹം ആബ്സെന്റ് ആണ്. പുള്ളി അവിടെ പോയി. ഇന്നലെ ഷുഗർ വന്ന് മരിച്ചുപോയി. എങ്ങനെ ഷുഗർ വരായിരിക്കും? ചക്കരപ്പറമ്പിൽ നിന്നല്ലേ വീട്ടുകാര്. അഞ്ഞേ ഷുഗറായിരിക്കും. നേരത്തെ എട്ടേണ്ടതാണ്. അപ്പൊ ആ കേസ് ഇല്ല. അതില്ല. കേസ് നമ്പർ 194/33 തെക്കോട്ട് ചെറിയതിൽ കൊച്ചുകുഞ്ഞിന്റെ മകൻ ഓമനക്കുട്ടൻ. ഹാജരുണ്ടോ? 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 ആദ്യഭാഗം ഒന്നാം കക്ഷി മരച്ചേരി ഇവിടെ ദിവാകരന്റെ മകൾ ഉഷ. ഹാജരുണ്ടോ? 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 കോമഡി വാദം തുടങ്ങാം. ദൈവസാക്ഷിയായി ദൈവസാക്ഷിയായി കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. ഞങ്ങൾ സത്യം മാത്രമേ പറയത്തുള്ളൂ. ദൈവസാക്ഷിയായി പറയുന്നത് ഞാൻ പൊതുവെ പറയും.
ദൈവസാക്ഷി ഇവിടെ എന്ത് സാക്ഷി? ഇതൊക്കെ എല്ലാവരും സാക്ഷിയല്ലേ? ഞാൻ തുറന്നു പറയുന്നത്. ദൈവസാക്ഷിയായി കോടതി പറ. കൈയുടെ എല്ലിയാണല്ലോ, പത്തിയുടെ എല്ലിയാകുമ്പോ തവിട് പിടിയാക്കളെ നീ മര്യാദ കഴിയും. ദൈവസാക്ഷിയായി കോടതി മുമ്പാകെ സത്യം മാത്രമേ പറയൂ. ദൈവം സാക്ഷിയായിട്ട് കോടതി മുമ്പാകെ സത്യം മാത്രമേ പറയൂ. അത് വിളിക്കുമ്പോ എനിക്ക് ആകപ്പാടൊരു ബുദ്ധിമുട്ടാണ്. എന്താണ്? എന്തോ മുന വെച്ച് പറയുന്ന പോലെ മൈലോ അത് വേണ്ട. അതോ യുവർ ഓണർ. യെസ് ഓക്കെ. യുവർ ഓണർ. യെസ്. ഈ നിൽക്കുന്ന എന്റെ കക്ഷി മരച്ചീനി വിളയിൽ ദിവാകരന്റെ മകൾ ഉഷ്ണ സൽസ്വഭാവിയും പതിവ്രതയും സർവോപരിധി പച്ചവെള്ളം ചവച്ചടക്കി കുടിക്കുന്ന വ്യക്തിയുമാണ്. ഒരു പെണ്ണിന്റെ ഒരു സ്വപ്നമെന്ന് പറയുന്നതാണ് വിവാഹമെന്ന് പറയുന്നത്. ആ ആദ്യ ദിനത്തിൽ തന്നെ വിവാഹ ജീവിതത്തിലേക്ക് കാൽ വെച്ച് തുടങ്ങിയ അന്ന് തന്നെ തിക്തമായ അനുഭവങ്ങൾ ഉണ്ടായി. അതിന്റെ ഫലമായി ഡിവോഴ്സിനുള്ള അഫിഡവിറ്റ് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. എവിടെ വെച്ച്? അവിടെ വെച്ച് ഇവിടെ ഒന്നും വെച്ചൊന്നുമില്ല. അവിടെ വെച്ച് ഇവിടെ വെച്ചില്ല സുഹൃത്തെ. പിന്നെ ഞാനത് ഇവിടെയാണ് വെച്ചത്. രാവിലെ ഞാൻ 9 മണിയായപ്പോ ആ മെനലെട്ട പെണ്ണ് ചായ ഉണ്ടാക്കി തന്ന് വേഗമായിട്ട് എനിക്ക് കല്യാണം. അത് കഴിഞ്ഞ് പിള്ളേരെ സ്കൂളിൽ വിട്ട് കുളിപ്പിച്ച് എല്ലാ സ്കൂളിലൊക്കെ വിട്ട്. ഓക്കെ. അത് കഴിഞ്ഞ് എന്റെ വാദത്തിൽ തോറ്റ കുറെ കക്ഷികൾ വന്ന് എന്നെ തെറി വിളിച്ചു. ഓക്കെ. അത് കഴിഞ്ഞ് ഞാൻ ഓഫീസിൽ വന്നു. അപ്പൊ ഉഷ അവിടെ വന്നു. അവിടെ വെച്ച് അവിടെ എന്റെ ഓഫീസിൽ വെച്ചാണ് അവിടെ വിറ്റ് തയ്യാറാക്കിയത്. അബിയുടെ വിറ്റോ? ആ അബിയുടെ വിറ്റൊക്കെ അടിപൊളിയാ. താത്ത കേട്ടണുണ്ടോ? എന്തൊരു വിറ്റ മൈ ലോഡ്. ഓ, അത് വിളിക്കുമ്പോ എനിക്ക് വീണ്ടും ഒരു വിഷമം. അവിടെ വെച്ചൊന്നും ഇവിടെ വെച്ചൊന്നും അല്ല പറഞ്ഞത്. ഡൈവോഴ്സിനുള്ള അഫിഡവിറ്റ് ഞാൻ അവിടെ സമർപ്പിച്ചിട്ടുണ്ട്, ഹർജി സമർപ്പിച്ചിട്ടുള്ളതാണ്. ഓ, അത് അതിലൊരു തീർപ്പുണ്ടാക്കി തരണം എന്ന് ഞാൻ താഴ്മയായി അപേക്ഷിക്കുകയാണ്. In the judiciary of the case of my lord, in the case of the criminality and the plurality in the crude oil of the subject, that's all you brought up. അറിയില്ലേ സാർ? ഒരു സിറ്റിക്ക് 1 ലക്ഷം രൂപ മേടിക്കുന്ന ആളാണ്. അതാണ് ഇരുന്ന് സിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ കാണിച്ചേ. അതെ. ഇപ്പൊ 2 പ്രാവശ്യം ഇരുന്ന് 2 ലക്ഷം രൂപ. ആ കസര എടുത്ത് മാറ്റി. ഇങ്ങനെ കൊടുക്കേണ്ട വന്നാൽ കോടതി പൂട്ടി കെട്ടേണ്ട വരും. അതുകൊണ്ട് സ്റ്റാൻഡിങ്ങിൽ നിന്ന് പറഞ്ഞാൽ കോടതിക്ക് പൈസ വന്നിട്ട് പോയാൽ മതി. അവരാള് കൊള്ളാലോ. സിറ്റിങ് ഒന്നും രണ്ടും മേടിക്കാൻ വന്നപ്പോ My lord. മൈലോടെന്ന് പറയുന്നത് ഞാനും തിരിച്ചു പറയണം. Yes, your honor. I object to your honor. എനിക്ക് ഈ നിൽക്കുന്ന പ്രതിയെ ഒന്ന് വിസ്തരിക്കാൻ എനിക്ക് അവസരമാണ്. അനുവാദം. പ്രസീത പ്രസീത അല്ല പ്രലോ പ്രലോ. യെസ് പ്രസീദ്. താങ്ക് യു യുവർ ഓണർ. കാരവൻ കാരവാൻ എന്താണ് ഈ പറയുന്നത്? കാര്യമൊന്നും. താങ്ക് യു യുവർ ഓണർ. താങ്ക് യു. എന്താണ് പേര്? ഓമനക്കുട്ടൻ. ഓമനക്കുട്ടൻ. അതെ. എത്ര വയസ്സായി? വെറുതെ ചിങ്ങത്തില് 42 നടപ്പ്. ചിങ്ങം വന്നില്ലെന്ന് ഈ 42 കിടന്നു. ഇത് കോടതിയാണ്. ചോദിക്കുന്നതിന് കൃത്യമായ മറുപടി തരണം. എത്രയാണ് വയസ്സ്? 41.5. യുവർ ഓണർ 41.5. വീട്ടുപേര്? വീട്ടുപേര് തെക്കോട്ട് ചെരിഞ്ഞതിൽ. അതെന്താ വടക്കോട്ട് ചെയ്യാൻ സ്ഥലമില്ല? പക്ഷെ അതല്ല, പിന്നെ കഴിഞ്ഞ പ്രളയത്തിൽ അറിയാതെ ഈ തെക്കോട്ട് ഞങ്ങൾ ചെരിയുമായിരുന്നു. ചിരിച്ചേക്കുവാ. അച്ഛന്റെ പേര്? കൊച്ചുകുഞ്ഞ്. ഇത് ഞാൻ നഖസിദ്ധാന്തം എതിർക്കും. കോടതി സമക്ഷത്തിൽ ഇത് പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു വിഷയമാണ്. കൊച്ചുകുഞ്ഞ് പ്രായപൂർത്തിയാകാത്ത ഒരു കൊച്ചു കുഞ്ഞിന് ഇതുപോലൊരു പോത്ത് പോലൊരു കുഞ്ഞ് എങ്ങനെ ഉണ്ടാകും?
ഇത് ശുദ്ധ അസംബന്ധമാണ്. കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, കൊച്ചുകുഞ്ഞെന്ന് പറയുന്നത് താങ്കളുടെ അച്ഛനല്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റും? അതെന്താന്നറിയോ? അങ്ങൊന്ന് ഇടയ്ക്കിടയ്ക്ക് കയറി എന്നെ ഡിസ്റ്റർബ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അങ്ങ് താഴോട്ട് അങ്ങ് പോകും. ആണോ? അപ്പൊ എന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. എന്നെ ഒരു വിടണം, കയറി ഒരു വിട്ടാൽ മതി. ഓക്കെ അല്ലേ? ഈ കൊച്ചുകുഞ്ഞു എന്ന് പറയുന്ന വ്യക്തി താങ്കളുടെ അച്ഛനല്ല എന്ന് ഞാൻ പറഞ്ഞാൽ താങ്കൾക്ക് അത് നിഷേധിക്കാൻ പറ്റുമോ? നിഷേധിക്കും, of course. ഞാൻ നിഷേധിക്കും. എന്തിനാ? ഞാൻ നിഷേധിക്കും. അത് പറഞ്ഞ് ഇപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പഴയ കേസാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് കേസ് നമ്പർ 177/38 അതാണ് കേസ്. ഒന്ന് തെരഞ്ഞു നോക്കിയാൽ മതി. 170 ഷാപ്പല്ല, 170 ബാർ എന്നാണ്. ഈ കേസ് നടന്നിട്ട് കുറെ വർഷമായില്ലേ? അന്നൊക്കെ ബാറുണ്ടോ? ഷാപ്പല്ലേ ഉള്ളൂ. യുവർ ഓണർ, ഇവനെ തൂക്കിക്കൊല്ലാൻ വിധിക്കണം. ഇവനെ തൂക്കിക്കൊല്ലാൻ വിധിക്കണം. യുവർ ഓണർ, ഇവനെ തൂക്കിക്കൊല്ലാൻ വിധിക്കണം. ഇവൻ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. അതെ, തൂക്കിക്കൊല്ലണോ വേണ്ടോ ഞാൻ തീരുമാനിക്കും. എന്താ പോലെ അങ്ങ് പറയുമ്പത്തിന് ചാടി അങ്ങ് കയറി തലയിലെ പേന മുഴുവൻ അങ്ങ് തിന്നുവാ. എന്ന് വെച്ചാൽ വലിയ വലിയ പുള്ളിയല്ലേ? ഞാൻ വിളിച്ചോളാം, എനിക്കറിയാം. പിന്നെ താങ്കളങ്ങ് ചെയ്യും, നമ്മള് പോയേക്കാം. സാറേ അവനാണെങ്കിൽ അവനൊക്കെ വാദിക്കട്ടെ. പല പുള്ളി ഇങ്ങനെ വിൽക്കാനാണെങ്കിൽ ഞാൻ എന്തിനാ നമ്മള് തെളിവും അതും ഇതെല്ലാം പുള്ളി അത് അംഗീകരിക്കത്തില്ല. പിന്നെ എന്തിനാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്? സാറിന് കല്യാണത്തിന് പോകണല്ലേ? എനിക്ക് കല്യാണത്തിന് പോകണം. സാറിന് എന്താണ്ട് ആവശ്യത്തിന് പോകണല്ലേ? അതെങ്ങനെ ശരിയാവുന്നുണ്ട്? ഇത് സഹിക്കുന്നതിന്റെ ഒരു പരിധിയില്ല. കുറെ നേരമായിട്ട് ചുമ്മാ അല്ല, നമ്മളൊരു സ്വാതന്ത്ര്യം കൊടുത്തപ്പോ തലങ്ങേണ്ട കാര്യമല്ലോ. സംസാരിച്ച് തീരുന്ന കാര്യം ജഡ്ജിയെ മാറ്റണം. ജഡ്ജിയെ മാറ്റണം. അല്ലാതെ നമ്മൾ നമ്മൾ ഒത്തുപോകത്തില്ല. അത് ജഡ്ജിയെ മാറ്റണം. സാർ അത് നടക്കുന്ന കാര്യമല്ല സാർ. എന്ത് നടക്കത്തില്ലത്? നടക്കത്തില്ലെങ്കിൽ അയാളെ ഓട്ടോ പിടിച്ച് പോകാൻ പറ. സാറേ എനിക്ക് ഡിവോഴ്സ് പഠിച്ചത് സാറേ. അവരെ എല്ലാരും ഒരു കാര്യമില്ല സാർ. നടക്കണം. സാറിന്റെ കല്യാണത്തിന് ഒന്നും ഇതാകും സാറേ. ഒന്ന് കൈ കൊടുത്ത് ഒന്നും ഇതാകും സാർ. നോക്കാം. ഇതൊന്ന് കാണിച്ചാൽ മതി സാർ. ഒന്ന് സാർ ഓക്കെ 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 ഓക്കെ. നിന്നോട് ഞാൻ 100 വട്ടം ഞാൻ പറഞ്ഞു. തിരിച്ചു പിടിക്കാൻ അറിയാട്ടോ. ഇവരോട് പ്രതിഭാഗത്തിന് എന്തെങ്കിലും കോടതിയോട് ബോധിപ്പിക്കാം. എനിക്കെന്നെ ബോധിപ്പിക്കില്ല. അവളെന്തിനും പറയട്ടെ, അതിന്റെ ബാക്കി ഞാൻ പറയാം. ഇത് ധിക്കാരമാണ്, ഇത് ധിക്കാരമാണ്, ഇത് കോടതി അലക്ഷ്യമാണ്. ഇവനെ തൂക്കിക്കൊള്ളണം. ഞാൻ ആ വിധിക്കനെ തൂക്കിക്കൊള്ളണോ വേണ്ടോന്ന് അല്ല, ഞാൻ വാദിക്കുന്നു. അത് അനുസരിച്ച് തൂക്കിക്കൊള്ളണം. അതാണ്, അങ്ങനെയാണ് എന്റെ ഉഷ. ഈ കോടതി മുമ്പാകെ ഉഷയ്ക്ക് എന്തെങ്കിലും ബോധിപ്പിക്കണം? എനിക്ക് ബോധിപ്പിക്കാനുണ്ട് സാറേ. യു ക്യാരി. നമസ്കാരം. 5 വർഷമായി ഞാൻ ഇവരുമായിട്ട് പ്രേമത്തിലായിരുന്നു. സാറിന് അറിയാമോ? എന്നെ ഒരു നിമിഷം പോലും പിരിഞ്ഞിരിക്കാൻ വയ്യാതെ പറഞ്ഞ് ഡാക്കിയുടെ അമ്മാനെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ട് വന്നിട്ട് മണിയറെ കയറി കഴിഞ്ഞ് എന്താ സംഭവിച്ചത് സാറിന് അറിയാമോ? ഞങ്ങളാണെങ്കിൽ ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്ത് വാതിലൊക്കെ കുറ്റിയിട്ട് ഞങ്ങൾ കട്ടിലിരുന്നു. ഇരുന്ന് കഴിഞ്ഞപ്പോ വാതിലിൽ ഒരു മുട്ട് കേട്ടു. അത് കേട്ടിട്ട് ഞങ്ങൾ വാതിലിപ്പോ തുറന്നപ്പോ ഇദ്ദേഹത്തിന്റെ അമ്മയാണ്, 80 വയസ്സ് പ്രായമുള്ള ഭാർഗവി അമ്മയാണ് വന്ന് നിൽക്കുന്നത്. അപ്പൊ അമ്മ അകത്തേക്ക് കയറി വന്നിട്ട് ഒരു മരുമോക്ക് കേൾക്കാൻ പാടില്ലാത്ത, ഒരിക്കലും ഒരു സ്ത്രീ കേൾക്കാൻ ആഗ്രഹിക്കാത്ത അത്തരം വൃത്തികെട്ട പദങ്ങളാണ് ആ അമ്മ എന്നോട് പറഞ്ഞത് സാർ. ആ അമ്മ എന്താ പറഞ്ഞത്? എന്ത് എന്നോട് പറഞ്ഞ എന്താണെന്ന് അറിയണോ സാറിന്? സാറേ ഞാൻ പറയട്ടെ. എന്താന്ന് വെച്ചാ പറ. ആ അമ്മ കേറി വന്നിട്ട് ഒരു മരുമോളായ എന്റെ മുഖത്ത് നോക്കി ഈ മോനോട് പറയുവാണേ, എന്താ പറഞ്ഞേ? മോനെ അന്റെ വീട്ടിൽ നിന്ന് ഒരു പെണ്ണ് വന്ന് കേറിയ ദിവസമാണ്, ഇന്ന് മുതൽ മറക്കാതെ നീ ത്യാഗീനപ്പെടാന്ന്. യുവർ ഓണർ, എന്റെ കക്ഷിക്ക് ഡൈവോഴ്സ് അനുവദിക്കണമെന്ന് വളരെ താഴ്മയായി ഞാൻ അപേക്ഷിക്കുകയാണ്. അല്ല, ഡൈവോഴ്സ് അനുവദിക്കാൻ പറ്റില്ല. കാരണം അതിന് തെളിവുകളൊന്നുമില്ല. സാറേ ഈ ത്യാഗീടുന്ന ഒരു ഭർത്താവിനോട് എങ്ങനെയാ സാറേ ഒരു ഭാര്യ ജീവിക്കുന്നത്? കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ സ്നേഹം ഇടുക എന്തുകൊണ്ടും ഇടാം. പക്ഷെ ഇതിന് തെളിവില്ല. ഡൈവോഴ്സ് വരാനുള്ള തെളിവ് ഞങ്ങളുടെ കയ്യിൽ. യുവർ ഓണർ, ഈ കേസിന്റെ നിർണായകമായ തെളിവിന് വേണ്ടി എനിക്ക് ഓരോ വ്യക്തിയെ കൂടി എനിക്ക് വാദിക്കാനുണ്ട്. റെക്കോർഡിൽ കൊച്ചുകുഞ്ഞിന്റെ ഭാര്യ ഭവാനിയമ്മ, ഭവാനിയമ്മ, ഭവാനിയമ്മ. அம்மா என்றழைக்காத உயிரில்லையே, அம்மாவை வணங்காது உயர்வில்லையே, அம்மா என்றழைக்காத உயிரில்லையே, அம்மா. ഭവാനിയമ്മ അല്ലേ? അതെ. തെക്കോട്ട് ചരിതത്തിൽ ആ നിൽക്കുന്ന പെൺകുട്ടി അറിയാം? അറിയാം.
സാറേ എനിക്ക് എവളെ അറിയാം, എവളെ തള്ളേ അറിയാം, എവളെ തള്ളേരെ തള്ളേ അറിയാം. അവരെ നൈസായിട്ട് കോടതിക്ക് വെച്ച് എന്റെ കക്ഷിയെ തള്ളക്ക് വിളിച്ചിരിക്കുകയാണ്. എന്റെ സാറേ എവളെ തള്ള പണ്ട് ചെമ്മീൻ പൊളിക്കാൻ വേണ്ടി അങ്ങ് ബോംബെ പോയി. അവിടെ ചെന്ന് അവിടുത്തെ കമ്പനി ഓണർ മാർവാടിയായിട്ട് അങ്ങ് കമ്പനിയായി. അവസാനം എവളെ തള്ള നാട്ടിൽ വന്നപ്പം എവളെ തള്ളേരെ കയ്യിൽ ഒരു കൈക്കുഞ്ഞും കൂടെ ഒരു മാർവാടി. അവളെ മുഖത്തോട്ടൊന്ന് നോക്ക് സാറേ, ഒന്ന് നോക്കിയാണ്. ഇപ്പോഴത്തെ അവളെ അച്ഛൻ മാധവനാണ്, അത് ആ കമ്പനി ഓണറാണ്. എവിടെ അച്ഛനെന്ന് നാട്ടുകാർക്ക് മൊത്തം സംശയം സാറേ. യുവർ ഓണർ. ഈ ഓണറല്ല, കമ്പനി ഓണർ ആ മാർവാടി. ഓമനെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, നിന്റെ അമ്മയോട് മര്യാദയ്ക്ക് സംസാരിക്കാൻ പറയണം. എന്റെ അമ്മയെ കുറിച്ച് വല്ലതും പറഞ്ഞാലുണ്ടല്ലോ ഞാനോട് വന്ന് കോടതിയാണ്, മാന്യമായിട്ട് സംസാരിക്കണം. ഞാൻ ഈ കോടതിയിലെ സീനിയർ അഡ്വക്കേറ്റ് ആണ്, എന്നെ മനസ്സിലായത്? മനസ്സിലായാന്നാ മക്കളെ, എനിക്ക് നിന്നെ അറിയാം, എന്നെ അറിയാം, നിന്റെ അച്ഛനെ അറിയാം, അച്ഛനെ അറിയാം, അച്ഛന്റെ അച്ഛനെ അറിയാം. പിന്നെ എന്തെങ്കിലും വിളിച്ചു കേട്ടോ. എന്റെ സാറേ, ഈ ചെറുകൈ പണ്ട് കൊച്ചിലെ മൂക്കളെ ഒലിപ്പിച്ച് നിക്കറും ഇല്ലാതെ തേരാ പാര റോട്ടിൽ കൂടെ ഓടി ഇറങ്ങണത് ഇപ്പോഴും എന്റെ കൺമുമ്പിലുണ്ട് വെക്കണേ. ഇവിടെ എന്തിനാ അങ്ങനെ? അയ്യോ, ഇതൊക്കെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. അവിടെ ഇരിക്കുന്ന ആരാന്നറിയോ? ജഡ്ജി അദ്ദേഹമാണ്. അതിനെന്ത്, ഞാൻ പറഞ്ഞതെല്ലാം ഉള്ളതാണ് സാറേ. ഇതൊന്നും ഇവിടെ പറഞ്ഞൂടെ, കോടതിയാണ്. ജഡ്ജി അദ്ദേഹം, മനസ്സിലായോ? നീ സാറ് ഒന്നും ഇങ്ങോട്ട് പറയണ്ട, ഞാൻ അങ്ങോട്ട് പറയാം. കേക്കണേ, എന്റെ അച്ഛൻ മരിച്ചു, ഉറങ്ങല്ല കേക്ക്. എന്റെ അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോ അമ്മ അവിടെ അവല് വിൽക്കാൻ വന്ന ഒരാളുടെ കൂടെ അങ്ങ് പോയി. എല്ലാവർക്കും നാട്ടിൽ പാട്ടാന്ന് എല്ലാവർക്കും അറിയാമോ? അയ്യോ, എനിക്ക് ഈ കഥയൊന്നും അറിഞ്ഞൂടായിരുന്നേ മക്കളെ. മക്കൾ ആര്? അയ്യോ, എവിടെ താമസിക്കണ മക്കളെ? ശരിയാക്കി തരാം ഞങ്ങൾക്ക്. അടിക്കാൻ പോയി. എന്നെ ഒന്ന് വായിച്ച് ഉറക്കെ വായിക്കേണ്ട വായിൽ വെള്ളം പറ്റി. ബഹുമാനപ്പെട്ട ജഡ്ജി അദ്ദേഹം സ്വയം വ്യക്തിഹത്യ നടത്തി ഇളിഭ്യനായതിനാൽ മദ്യവേനൽ അവധിക്ക് ഈ കോടതി പിരിച്ചുവിട്ടിരിക്കുന്നു. അപ്പൊ എന്റെ വിധി ഈ തള്ളയാണ് നിന്റെ വിധി.